പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ശോഭന രവി, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി സി കെ ഗിരിജ, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസൻ, അതുപോലെ തന്നെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, മറ്റ് മെമ്പർമാർ, രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ, കർഷക സുഹൃത്തുക്കൾ, കൃഷി ഓഫീസർമാർ, അതുപോലെ ബന്ധപ്പെട്ട ആളുകളെല്ലാം വേദിയിൽ സന്നിഹിതരാണ്. അതുപോലെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റുമാർ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാർ, മലയാളികളെ സംബന്ധിച്ച് ചിങ്ങം 1 നമ്മുടെ ഒരു വർഷത്തിന്റെ തുടക്കമാണ്. ഇവിടെ ഞാൻ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് അംഗം വിശദീകരിക്കപ്പെട്ട പോലെ, ഇസ്ഹാഖ് പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം 1200 എന്ന് പറയുന്ന നൂറ്റാണ്ടിന്റെ തുടക്കം കൂടിയാണ്. ചിങ്ങം 1 നമ്മളെല്ലാം സംബന്ധിച്ച് കർക്കിടകം എന്ന് പറയുന്ന, പണ്ട് കർക്കിടകം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ഏറ്റവും മോശമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഷിക വൃത്തിയെല്ലാം നഷ്ടപ്പെട്ട് പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് പതുക്കെ നെൽപ്പാടങ്ങളെല്ലാം നല്ല അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കുന്ന, അവിടെ കൃഷിയൊക്കെ വേണമെങ്കിൽ തിരിച്ച് നമുക്ക് എടുക്കുന്ന, പത്തായങ്ങളെല്ലാം നിറയുന്ന ഒരു സമ്പൽ സമൃദ്ധിയുടെ കാലമാണ്. അപ്പൊ നമ്മുടെ പരാധീനതകളെല്ലാം അവസാനിക്കുന്ന സമയത്ത് ആഘോഷങ്ങൾക്ക് അല്ലെ ഒരു വലിയ പ്രാധാന്യം. അങ്ങനെയുള്ളൊരു സമയമാണ് ചിങ്ങം എന്ന് പറയുന്നത്. എനിക്കതിനെ വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഓണത്തെക്കുറിച്ച്, ചിങ്ങമാസത്തെ കുറിച്ചുള്ള സങ്കല്പം വളരെ വലുതാണ്. എനിക്കതിന് ഏറ്റവും നല്ല നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഫീലിംഗ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് ഈ ഓണം സംബന്ധിച്ചാണ്. അവർക്ക് രാവിലെ എണീക്കുന്നത്, അവരെ പൂക്കൾ തേടി പോകുന്നത്, കളമിടുന്നത്, അതിനുശേഷം അല്ലെ അവര് ഓണത്തപ്പനെ അതോട് സംബന്ധിച്ചുള്ളത്, ഓണപ്പാട്ടുകൾ, ഉച്ചയ്ക്കുള്ള ഓണ ഭക്ഷണം, ഓണപ്പുടവ തുടങ്ങിയ ഇതൊക്കെയാണ്. അതൊക്കെ ഓണക്കളികളൊക്കെ ഉള്ള അങ്ങനെ ഒരു വല്ലാത്ത രസമുള്ളൊരു സമയമാണ്. നാട് മുഴുവൻ ഇളകി ആഘോഷത്തുറപ്പിലാവുന്ന സമയമാണ്. നമുക്ക് ഇപ്രാവശ്യം ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. വയനാടിന്റെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറിയ പ്രയാസമൊക്കെ ഉള്ള സാഹചര്യത്തിലും ഓണത്തെ നമ്മൾ മറക്കുന്നില്ല. അത്രമാത്രം ഓണം നമ്മുടെ മലയാളികളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ലോകത്ത് എവിടെ മലയാളിയുണ്ടോ അതാണ് പ്രത്യേകത. ഈ ദിവസം ഇത് തുടങ്ങി ഞാൻ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർത്തമാനം പറയുമ്പോൾ ഓരോ ഓണം കഴിഞ്ഞ് അടുത്ത ഓണം വരുന്നവരെയും പ്രവാസികൾക്ക് ഈ ഓണാഘോഷമാണ്. ഓണാഘോഷത്തിന് കാരണം ഒരാഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലോ ഒക്കെ ഇടൊന്നും കൂടാൻ പറ്റുക. അങ്ങനെ ഓരോ കൂട്ടുകാരും വീട്ടിൽ കൂടാവുന്ന ഡേറ്റുകൾ ഇട്ട് വരുമ്പോഴേക്കും അടുത്ത ഓണത്തിന്റെ സമയമായി. അങ്ങനെയാണ്. അത്ര രീതിയിൽ ഓണം ആഘോഷിക്കാനൊക്കെ വെമ്പൽ കൊള്ളുന്ന മലയാളിയെ നമുക്ക് കാണാൻ കഴിയും. ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമുക്ക് കർഷക സുഹൃത്തുക്കളെ ആദരിക്കുന്നുണ്ട്. കർഷക വിഭാഗത്തിൽ നമ്മുടെ ഏത് അർത്ഥത്തിലും നമ്മൾ ഈ പൊതുസമൂഹം കടപ്പെട്ടിരിക്കുന്നവരാണ്. ഏത് സ്ഥലത്തായാലും പണ്ടൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നെല്ലോ മറ്റു കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാത്ത ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പലപ്പോഴും മറ്റു പല സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കാര്യങ്ങൾ നടത്തേണ്ട സ്ഥിതിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കർഷക ദിനം തീർച്ചയായും നമുക്കാകുന്ന ചെറിയ ചെറിയ കൃഷി രീതികൾ അല്ലെ, വിൽപ്പന നടത്തിയില്ലെങ്കിലും നമുക്ക് ആവശ്യമായത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് ഗൗരവപ്പെട്ട ചിന്തയുണ്ടാവണം. ചെറിയത് മതി നമുക്ക് അല്ലെ. നമ്മുടെ നാട്ടിൽ 2 വാഴ വെക്കാനോ, കുറച്ച് ഉള്ള ചേന വെക്കാനോ, ചേമ്പ് വെക്കാനോ, ചെറിയ നിരക്ക് കൂത്ത് നടാനോ, 2-3 കട നമ്മുടെ മുളകിന്റെ ഇത് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ എന്നാലും മലയാളി അവിടെ പോകും, തൊട്ടടുത്ത കടയിൽ പോയി വേപ്പിലയും നമുക്കുള്ള പച്ചമുളകൊക്കെ വാങ്ങിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമുക്ക് പതുക്കെ മാറണം. എനിക്ക് തോന്നുന്നതെല്ലാം നമ്മുടെ കൂട്ടായ ഒരു ശ്രമം നടത്താൻ ഇതെല്ലാം മാറ്റി വിഷമില്ലാത്ത പച്ചക്കറി, വിഷമില്ലാത്ത പച്ചക്കറി വസ്തുക്കൾ, മറ്റു കാര്യങ്ങൾ, അത് മഞ്ഞളായാലും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് മാറണം. നമുക്ക് ഫലഭൂയിഷ്ഠമുള്ള മണ്ണ് നമ്മുടെ ഒപ്പമുണ്ട്. അതുപോലെ
ഈ പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, വെറുതെ കാട് പിടിച്ചെടുക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ കൃഷി നടത്താൻ ഒരു പ്രയാസമില്ല. അങ്ങനെ കൂട്ടായി നമുക്കങ്ങനെയാണല്ലോ, അങ്ങനെ ഒരുമിച്ച് നിന്നതിന്റെ ഒരുപാട് അനുഭവങ്ങൾ ഈ പ്രയാസത്തിന്റെ കാലത്തും ഈ കേരളം കാണുന്നുണ്ട്. ശോഭയോടുകൂടി കാണുന്ന ചില കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പതുക്കെ പതുക്കെ തരണം ചെയ്ത് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തെ വീണ്ടും ഉയരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്ക് കൂടി ഒരു തുടർച്ച, അതിന്റെ ഒരു ഒരുക്കം ആയി ഈ ദിവസം കാണട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് പുതിയൊരു ആപ്പ് നിങ്ങൾക്ക് ചെയ്ത് തളിർന്ന് പറഞ്ഞ ആപ്പിന്റെ അതോടൊപ്പം തന്നെ കതിർ എന്ന് പറയുന്ന ഒരെണ്ണം ഇവിടെ ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട്. കതിർ എന്ന് പറയുന്ന ആപ്പിലൂടെ നമ്മുടെ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ, അവിടുത്തെ മൂലകങ്ങളെ പ്രത്യേകിച്ച് കാണാൻ, ആ മണ്ണിന്റെ പ്രത്യേകതയെ കുറിച്ച് തിരിച്ചറിയാൻ ഒക്കെ കഴിയുന്ന പുതിയ സമ്പ്രദായമാണ്. അതിന്ന് രാവിലെ നമ്മുടെ മുഖ്യമന്ത്രി അതുപോലെ കൃഷി വകുപ്പ് മന്ത്രി ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോ നമുക്ക് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്ന് പറയുന്ന സാധാരണ രീതി ഉണ്ടല്ലോ, അത് നമുക്ക് ഫലത്തിൽ കൊണ്ടുവരാൻ കഴിയും. അതിന് നമ്മുടെ കൃഷിഭവൻ, പഞ്ചായത്ത്, ബന്ധപ്പെട്ടത് മറ്റ് എല്ലാ സ്ഥാപനങ്ങളും ഒരുമിച്ചുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇന്നും ഞങ്ങൾക്ക്, ഞാനും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട്. ഇവിടെ തുടങ്ങി നമ്മുടെ റിയാഡ് വരെയുള്ള ദിവസം ഇന്ന് കർഷക ദിനം. ഇത് വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടുതൽ നീട്ടി പറയുന്നില്ല. ഈ ചിങ്ങിയ മണ്ണിന്റെയും കർഷക ദിനത്തിന്റെയും വളരെ പാടുപെട്ട് നമുക്ക് ആഹാരം ഒരുക്കി തരുന്ന നല്ല ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് സമ്മാനിക്കുന്ന പ്രിയപ്പെട്ട കർഷകരോടുള്ള സ്നേഹവും ഐക്യദാർഢ്യവും ഒക്കെ പ്രകടിപ്പിക്കാൻ കൂടി ഈ വേദി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം കയ്പമംഗലം ഗ്രാമപഞ്ചായത്തും കൃഷിഭവൻ കയ്പമംഗലവും സംയുക്തമായി നടത്തുന്ന ഈ കർഷക ദിനാഘോഷ പരിപാടികൾ എല്ലാം വളരെ ഗൗരവപ്പെട്ട അർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഭിനന്ദനങ്ങൾ മേഡം. ക്ഷണിക്കുന്നു ശ്രീ വിശ്വഭരൻ തറയിൽ മികച്ച സംരക്ഷണം. ഈ വർഷത്തെ വനിതാ കർഷകയായി